ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ? ഇപ്പം പുതിയതായിട്ടൊരു കേസ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ അമീബ എന്താണ്, അതിന് വരുന്ന സിംറ്റംസ് എന്തെല്ലാമാണ്, അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അത് ഏത് റൂട്ടിലൂടെയാണ് നമുക്ക് വരുന്നത്, എല്ലാമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഓക്കെ, നെഗ്ലേരിയ ഫോളേരി എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്. ഇതെന്ന് പറയുന്നത് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ നെഗ്ലേരിയ ഫോളേരി എന്ന് പറയുന്ന ഒരു ഫ്രീ ലിവിങ് അമീബയാണ്. അത് വാം ഫ്രഷ് വാട്ടറിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതായത് ലേക്സിൽ, റിവേഴ്സിൽ, ഹോട്ട് സ്പ്രിങ്സ്, പിന്നെ പുവർലി ക്ലോറിനേറ്റഡ് സ്വിമ്മിംഗ് പൂൾസിലും ഇതിനെ കാണുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസിൽ പിന്നെ വീട്ടിലെ വെള്ളത്തിലാണ് കാണപ്പെട്ടത്, അത് കിണറ്റിലെ വെള്ളത്തിൽ. ഓക്കെ, റയർലി മാത്രമേ പിന്നെ നമ്മളെ കിണറ്റ് വെള്ളത്തിലെല്ലാം കാണാറുള്ളൂ. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസിൽ കിണറിലെ വെള്ളത്തിലാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഗ്രേറ്റർ ദാൻ 95% റിപ്പോർട്ട് ചെയ്ത കേസുകളെല്ലാം ആൾക്കാർ മരിച്ചിട്ടാണുള്ളത്. പിന്നെ കുറച്ച് സർവൈവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതലായിട്ടും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ പിന്നെ USA അധികം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേസുകൾ. അതിലധിക പെർസെൻറ്റേജ് 95% മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സർവൈവേഴ്സ് മാത്രമേ ഉള്ളൂ. അത്രയും ഡ്രെഡ്ഫുള്ളായ ഒരു ഇൻഫെക്ഷനാണ് ഇത്. ഓക്കെ, ഹീറ്റ് ലവിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് തെർമോഫിലിക് അമീബ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനെ കാണപ്പെടുന്നത് തന്നെ വാം ഫ്രഷ് വാട്ടർ, അതായത് 25 to 46 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിനെ കൂടുതലായിട്ട് കാണപ്പെടുക. കോമൺ സോഴ്സസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ലേക്സ്, പോണ്ട്, റിവേഴ്സ്, ഹോട്ട് സ്പ്രിങ്സിൽ ഇതിൽ കാണും. ജിയോതെർമൽ വാട്ടർ, വാം ടാപ്പ് വാട്ടർ, പിന്നെ അൺട്രീറ്റഡ് ആയ സ്വിമ്മിംഗ് പൂൾസിലെല്ലാം ഇതിനെ കൂടുതലായിട്ട് കാണും. പിന്നെ റെയറായിട്ട് നമുക്ക് ഇത് വാട്ടർ ഹീറ്റേഴ്സ്, ഇഫ് ടെമ്പറേച്ചർ ലെസ് ദാൻ 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതിനെ കാണും. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ 46 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിനെ കാണുക എന്നുള്ളത്. ഓക്കെ, ഇതിനെ സോൾട്ട് വാട്ടറിൽ ഇതിനെ കാണാറില്ല, അതായത് സീ വാട്ടറിലൊന്നും ഇതിനെ കാണാറില്ല. ഓക്കെ, ഇതിൻ്റെ ഇൻഫെക്ഷൻ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂക്ക് വഴിയാണ് ഇത് മൈഗ്രേറ്റ് ചെയ്യും. ഓൾഫാക്ടറി നെർവ് വഴി ബ്രെയിനിലാണ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ മൗത്തിലൂടെയോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലൂടെയോ അല്ല ഇതിൻ്റെ ഇൻഫെക്ഷൻ വരുന്നത്. ഇത് മൂക്കിലൂടെ സഞ്ചരിച്ച് ഓൾഫാക്ടറി നെർവ് വഴി ബ്രെയിനിലെത്തുകയും എന്നിട്ട് ബ്രെയിനിൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് എൻട്രി എന്ന് പറഞ്ഞല്ലോ നോസിലൂടെയാണ്. അത് നമ്മൾ ഈ കണ്ടാമിനേറ്റഡ് ആയ ആ വാട്ടറിൽ സ്വിം ചെയ്യുന്നേരം ഡൈവ് ചെയ്യുന്നേരമെല്ലാം അത് മൂക്കിലൂടെ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ വെള്ളം കുടിച്ചതെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഈ ഇൻഫെക്ഷൻ വരില്ല. ഓൺലി ത്രൂ നെയ്സൽ എൻട്രി മാത്രമാണ് ഈ ഇൻഫെക്ഷൻ വരിക. ഇത് ഉണ്ടാക്കുന്നതിന് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ്. ഇത് വേഗം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്, ഹൈലി ഫേറ്റലാണ്, ഡെത്ത് മോർ ദാൻ 95% ഡെത്ത് ഉറപ്പായ ഒരു ഡിസീസാണ് ഇത്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് ഗ്രേറ്റർ ദാൻ 95% ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എക്സ്പോഷറിന് ശേഷം 1 to 12 ഡേയ്സ് ആകുമ്പോൾ തന്നെ സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അതെന്തെല്ലാം സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ഹെഡേക്ക് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, നൗസിയ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ കുറച്ച് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് സ്റ്റിഫ് നെക്ക്, കൺഫ്യൂഷൻ ഉണ്ടാവും, ലോസ് ഓഫ് ബാലൻസ്, സിസേഴ്സ് ഉണ്ടാവും, വിറയൽ ഉണ്ടാവും, ഹാലൂസിനേഷൻ ആൻഡ് കോമ. ഫൈനലി ഡെത്താണ് ഇതിന് സംഭവിക്കുക. അതായത് യൂഷ്വലി വിത്തിൻ 5 to 7 ഡേയ്സ് സിംറ്റംസ് വന്നു കഴിയുമ്പോഴേക്ക് തന്നെ ആൾ കോമയിലേക്കും മരണത്തിനോട് കീഴടങ്ങേണ്ടി വരും. ഓക്കെ, റയർലി മാത്രമേ ഇതിൻ്റെ സർവൈവ് ഉള്ളൂ. അധികം ആളും മരണത്തോട് കീഴടങ്ങിയത് തന്നെയാണ് ഈ അമീബ വന്ന ആൾക്കാരിൽ. ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് CSF എക്സാമിനേഷനും പിന്നെ PCR ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടാണ് അമീബയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതധികവും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആയിട്ട് പിന്നെ മിസ് ഡയഗ്നോസിസ് വരാറുണ്ട്. കാരണം മറ്റേത് ഭയങ്കര റെയറാണ്. ഈ നെഗ്ലേരിയ ഫോളേരി എന്ന് പറയുന്നത് റെയറായിട്ട് ഉണ്ടാകുന്ന ഒരു ഇതാണ്. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫാറ്റലായിട്ടുള്ള ഡിസീസുമാണ്. ഓക്കെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ചില സർവൈവേഴ്സ് ഇത് വന്നിട്ട് സർവൈവ് ചെയ്തവർക്കെല്ലാം ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി പാരസൈറ്റിക് മെഡിസിൻസ് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ട്, പിന്നെ അലോങ് വിത്ത് സപ്പോർട്ടീവ് കെയർ ആണ് ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുപയോഗിച്ചിട്ടുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി പാരസൈറ്റിക് എന്ന് പറയുന്ന ആംഫോട്രിസിൻ പോലത്തുള്ള മരുന്നുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും ചൂട് കാലാവസ്ഥകളിൽ സ്വിമ്മിംഗ് പൂളുകൾ ഒഴിവാക്കുക. ഇനി അഥവാ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഹൈജീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക. ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടോ, പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ വെള്ളം എല്ലാം നോക്കിയതിന് ശേഷം മാത്രം അവിടെ പോയി സ്വിം ചെയ്യുക. പിന്നെ സ്വിം ചെയ്യുന്നേരം നമ്മൾ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കഴിയുന്നതും തല മുകളിലേക്ക് വെച്ച് മാത്രം സ്വിം ചെയ്യുക.
കാരണം ഇതിൻ്റെ എൻട്രി നോസിലൂടെയാണല്ലോ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതായത് നമ്മൾ മൂക്ക് കഴുകാനും മുഖം കഴുകാനും എല്ലാം ഉപയോഗിക്കുന്ന വെള്ളം സ്റ്റെറൈലോ ഡിസ്റ്റിൽഡോ അല്ലെങ്കിൽ ബോയിൽ വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് കഴുകാൻ ഉപയോഗിക്കാം. ഓക്കെ. മൂക്കും മറ്റും കഴുകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, പോണ്ടിൽ, ലേക്കിൽ, എല്ലാ റിവേഴ്സിലെല്ലാം പോയിട്ടില്ല കുളി അതെല്ലാം ഒഴിവാക്കുക. കാരണം ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിരിക്കും. ഹോട്ട് കാലാവസ്ഥയിലെല്ലാം ആകുമ്പോൾ വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവും. ഈ നെഗ്ലേറിയ ഫോളേറിയ അവിടെ പെരുകാനുള്ള സാഹചര്യം കൂടുതലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇതൊരു തെർമോഫിലിക് അമീബയാണ്. കാരണം ഇതിന് ഹീറ്റ് ലവിങ് ആണ്. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക. വന്നിട്ട് ചികിത്സിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നൊരു അസുഖമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കഴിയുന്ന ഇങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക, പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ. കാരണം ഇത് തെർമോഫിലിക് അമീബിയ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.